തണുത്തോളൂ. ജ്യോതി, ഈ ഇരിക്കുന്നതാണ് ഫ്രിഡ്ജ്. നീ ഒന്ന് കൈ ഒത്തിച്ചാൽ ദേ ഇങ്ങനെ തുറക്കാം. ഇതിൽ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. എടുക്കുക, കുടിക്കുക. ഒരു കുറ്റി ഗ്ലാസ്സിലാക്കി തീർന്നാലും നമ്മുടെ ഈ പരിപ്പ് വേഗം പോകുന്നില്ല ജ്യോതി. എൻ്റെ പൊന്നു ബെൻസി കട്ട മരുന്നിൻ്റെ മൊത്തം നിൽക്കുന്നത്. നീ താമസമില്ല. ടേക്ക് ഇറ്റ് ഈസി. നല്ല കാലം മുഴുവൻ നിനക്കൊക്കെ ഈ സ്ലാബിൻ്റെ പുറത്തിരുന്ന് കഴിക്കാനാണ് ബുദ്ധി. കാര്യം ഞാൻ മുതൽക്ക് പറയും. ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടില്ല. അപ്പനോടുള്ള പേടി, ഇഷ്ടം, ബഹുമാനം ഒക്കെ പാടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം കൂതാശക്കിടയ്ക്ക് ഞാൻ എണീറ്റുന്ന ആളല്ലേ. അപ്പം മരണത്തിനടുത്ത് കണ്ടല്ലേ. അത്ര ഉള്ളപ്പാണ്. ആർക്ക് വേണേലും എപ്പോൾ വേണേലും വിളിവല്ല. അപ്പനെ ഞങ്ങൾ നോക്കണം. അതല്ലേ വേണ്ടത്. ഒന്ന് വിശ്വസിക്കും. എപ്പോഴെപ്പോഴും പറയാറില്ല ഞാൻ സെക്കൻഡ് പീസാണ്. സത്യം അപ്പം വിചാരിച്ച മകനാ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ച ആളാണ് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഒരു ക്ലിക്ക്, ഒരൊറ്റ ക്ലിക്ക് മതി ഞാൻ രക്ഷപ്പെടും. എല്ലാവരുടെയും ലൈഫ് രക്ഷപ്പെടും. ഒന്ന് വിശ്വസിക്കപ്പോൾ പ്ലീസ്. യൗവനം അപ്പം ഇത് പാഴായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കെട്ടിപ്പോയി ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നില്ലല്ലോ. എന്തായാലും ഒരു ஸ்ட்ராங்காக தான் இருக்கு. தண்ணி வந்துட்டு இது வர்றதா? பணம் போடுறா. கை பாரு மூமெண்ட் வர ஆரம்பிச்சு. നമുക്ക് വെയിലാണ്. பசங்களை விட அவன் நல்லா பார்த்து நைஃப் ஷாட் மாதிரி ஆடி போய் வச்சுட்டு ഞാൻ പോയി കഞ്ഞി കുടിച്ചിട്ട് വരട്ടെ. അവിടുത്തെ പ്രജകളുടെ ഒരുവനാണേ. சவுண்ட் வருது. பின்னால் அது யாரோ பார்த்துனுங்கிறாங்க. இல்லை அவருக்கு எத்தனை டேப்லெட்ஸ் இருந்தது கூட தெரியணும். தெரியும். அந்த பயத்தில் ஓடணும் தெரியுமா? 2 ദിവസമായാലും ഇരിപ്പ് തുടങ്ങിയിട്ട് കൊത്തൊന്നുമില്ലേ? ചുമ്മാ செம்மல் அது ராண மெட்டஃபோர். என்னடா டெய்லியுமா மாற்றிட்டாருன்னு நினைக்கிறேன். வீக்லி மாத்துறாருன்னு நினைக்கிறேன்டா. அப்படியா? ஆஹா, இல்லை மனசு மாறிட்டாருன்னு நினைக்கிறேன். ஏன்னா அண்ணியும் அதே தானே ஃபீலு. இவர் இருக்கிற வரைக்கும் ஒன்றும் பண்ண முடியாதுங்க. வித்தியாசமாக ஒரு வீடு. எனக்கு வந்துடா சப்ஜெக்ட். அது வச்சிட்டாரோ? இல்லை இல்லை அண்ணி சவுண்டு வைக்குதுன்னு நினைக்கிறேன். சவுண்டு வராமல் இல்லை. நல்ல பிளானிங்.
வாஷிங் மிஷினை போட்டுட்டு கடைசியில் பாப்பா மாட்டி விட்டுச்சுன்னா தெரியல எதுக்கு அவங்க ரெண்டு first பேரும் நல்ல ஒரு சிங்கில் இருக்காங்க. சிங்க்ல. பேர் விட்டே கூப்பிடுறாரு அவர். ஹெல்ப்பு கூப்பிடுறாங்க. பொறுமையாக போயின்னுக்கிறாரு பேர். பொறுமையாக கயிறு சுற்றி வச்சுட்டு ஹாஸ்பிட்டலு எவ்வளோ ரப்பர் மரம் போடுறான். ரைட்டா. அண்ட் சக்ஸஸ் மிஷன் அக்காம்ப்ளிஷ்டு. அவர் ஏதோ ட்விஸ்ட் வச்சுட்டு போயிருப்பாங்க. இல்லடா அவரு எல்லா சன்ஸுக்குமே அப்படிதான் பார்த்தியா. இப்போ பெரியவன் தான் வந்து ரப்பர் கொஞ்சம் ஆல்ஃபாவா இருக்கு. பெரிய பையன் தான் வந்து இதெல்லாம் பண்ணுறான். நைஸ் ஒன்று அந்த வேலைக்காரங்க எழுதிச்சு வரும். செம்மையா இருக்காங்க. ஹீரோ வட்டார் பெசில் வட்டார் நல்லா கெட்டு போல. பேசில் வந்தாரா? ചേട്ടാ കരിക്ക് വേണ്ടി വരത്തില്ലേ? ഞാൻ എന്നാ കരോട്ടെ പറമ്പ് വിട്ടിരാവേ. ഇവിടെ പോയി എന്നാ ചേട്ടാ എൻ്റെ അപ്പനല്ലേ കിടക്കുന്നത്. ഓണശത്തിലൂടെ വെച്ചിട്ട് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ നോക്കാം. ഇന്നത്തെ കാര്യം നോക്കാം. ഈ ഒരു മാസ്ക് എടുത്ത് വെച്ചിട്ട് വാ. பாத்தியா மெட்டஃபர் அவருக்கு செம்ம ஹாப்பி ஆகுது போல. அண்ணி பார்த்துட்டு டேங்கடா ഓടിയെടുക്കുമ്പോൾ വീണ്ടും ചുറ്റും പടക്കം വെച്ച് പൊട്ടിക്കണം പറഞ്ഞു നിൽക്കുന്നത്. ഒന്ന് വന്നേ. അവിടെ ഉണ്ട് വന്നേ. ചേട്ടായി അപ്പം പറഞ്ഞിട്ടുണ്ടോ മരിക്കുമാരും കരയരുത്, ഈ വീടിന് ചുറ്റും പടക്കം പൊട്ടിക്കണമെന്ന്? അക്കരെ പറമ്പിടുന്ന ചീട്ട് കളിക്കുന്നവർ മുതൽ അറിയണം ഫൻസെ കുട്ടപ്പായി പോയത്. ഇതൊരു പവറാത്. അങ്ങനെ കണ്ണുപുറത്ത് പലതും പറഞ്ഞിട്ടുണ്ടാവും. സീരിയസ് ആക്കി എടുക്കണ അപ്പം പറഞ്ഞ ചേട്ടൻ കേട്ടിട്ടുണ്ടോ? ചേട്ടായി പറയുന്നത് നമുക്ക് ഈ ഇടപാട് വേണ്ട. പറഞ്ഞത് பட்டாசுக்கு பதிலாக நாட்டு வெடி கொண்டு எடுத்துன்னு வந்துக்கிறானுங்க போல. டொமோ ரெடி போகுது. மியூசிக்லாம் வரும் அந்த புதையில தேடி போயிட்டு கடைசி அந்த மாதிரி நானி கத்து ஒரு ட்ரெயின் ஓடும்போது അച്ഛൻ വല്ലതും മനസ്സിൽ വെക്കണമെന്ന് എനിക്ക് ചേട്ടാ സംസാരിക്കണം. സംസാരിക്കണം കേട്ടോ. നീ കഴിച്ചിട്ടുണ്ടോ? മോടിച്ചിട്ടുണ്ടാവും. എൻ്റെ മീറ്റിംഗ് ഞാൻ വിചാരിച്ചു പയ്യനായിരിക്കും. പ്രായമുണ്ടെന്ന് കരുതിയില്ല. പ്രായം അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബഹുമാനമായിരുന്നു എന്നാണ്. അതച്ചോ നമ്മളടുത്ത വെള്ളിയാഴ്ച അപ്പൻ്റെ പ്രാർത്ഥന വെച്ചേക്കാന്ന് ഓർത്തായിരുന്നു രാവിലെ 9 മണിക്ക്. സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അധികം ആൾക്കാരെ ഒന്നും വിളിക്കുന്നൊന്നുമില്ല. ഞാൻ 9:30 ആകുമ്പം വണ്ടി കിട്ടും ഇങ്ങോട്ട് വിട്ടേക്കും. അതുപോലെ നമ്മൾ ക്രിസ്ത്യാനികൾക്കുള്ള മാനുവലായി ഈ ബൈബിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ അനുസരിക്കണം, ബഹുമാനിക്കണം. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വരാം. അച്ഛനോട് പുതിയ ആളായതുകൊണ്ട് ശ്രദ്ധിക്കാത്തതാ. നമ്മുടെ പള്ളിക്കുടുംബത്തിൽ താഴെ ഒരു ബോർഡുണ്ട്. പിന്നെ അപ്പം മരിച്ച പിന്നെ ബ്രാൻഡിയിലങ്ങ് അവയം പ്രാപിച്ചേക്കുക. തോന്നി അച്ഛനൊന്നും മനസ്സ് വെക്കില്ല. 40 പറഞ്ഞു. ചെല്ലും கொஞ்சம் நிமிஷம் சூடு தொடர்ந்தாலும் மேடம் பவர் வந்துச்சா? ജോമോൻ ചേട്ടായിക്ക് പള്ളിയും മറ്റ കാര്യമൊന്നും വേണ്ടായിരിക്കും. ഞങ്ങളുടെ കാര്യം അങ്ങനെയാണ്. ഈ നാട്ടിൽ ബിസിനസ് ഒക്കെ ഉള്ളതല്ലേ. എനിക്ക് തോന്നുന്നുണ്ട് ജോമോൻ ചേട്ടായി ഇരിക്കുന്നു. ജോമോൻ ചേട്ടായി നമ്മുടെ വഴിക്ക് വന്നിട്ട് നമ്മൾ ജോമോൻ ചേട്ടായിയുടെ വഴിക്ക് പോവാ.
രണ്ട് ഫുള്ള് എടുപ്പി. ഏത് നേരെ പോന്നു. எனக்கு தெரிஞ்சு அந்த பட்டாசு வெடிக்கு தான் இன்டர்மிஷன் நினைக்கிறேன். தாண்டிச்சுல இப்போ ஆஃப் மூவி. ആ ജോൺ ചേട്ടാ വന്നല്ലോ. വിളിക്കട്ടെ? ആ പിന്നെ അതറിയോ അവന് നോമ്പ്? നോയമ്പൊന്നുമില്ല, ചർച്ച ചെയ്യട്ടെ. ഇനിയിപ്പം ഞാൻ കള്ളും പുറത്ത് തുറന്ന് പറഞ്ഞ് പറയണ്ടല്ലോ, സമയമുണ്ടല്ലോ. അത് പോയിന്റ്. അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചയിലിടയിൽ കള്ളു കുടിക്കാതിരിക്കുന്നതല്ലേ ജോജി? അതോടെ വെച്ചിട്ട് നീ ഇങ്ങോട്ട് ഇരിക്കും. എന്നാൽ ഞാനത് ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. നാളെ നിങ്ങൾ തന്നെ പറയും ചേട്ടായി ആ പക്ഷത്താണ് ഈ പക്ഷത്താണ്. കുട്ടപ്പ ചേട്ടായി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതിനാ വെറുതെ. എൻ്റെ പൊന്നിയേട്ടായി, എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു പ്ലാനും ഇല്ല. ഇനി വീതം വെപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി കുറഞ്ഞു പോയാലും ശരി, ഒരു പരാതിയും പറയാൻ അങ്ങോട്ട് വരുന്നുമില്ല. അപ്പം അങ്ങനെ അവരോട് ആനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ ധൈര്യമായിട്ടൊന്ന് പറയില്ല. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരവരുടേതായ എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ പറയാം. പറയട്ടെ. അത് ശരി, ആയിക്കോട്ടെ. കുട്ടപ്പൻ ചേട്ടായിക്ക് വേണ്ടി ഞാൻ അതിനും ഓക്കെ. ഒരു നാട്ടുകടപ്പ് വെച്ച് പറയാന്നേല് തോട്ടം ജോമോൻ, കടയും മുണ്ടക്കയത്തെ സ്ഥലവും ജെയ്സൺ, പിന്നെ ഇളയ മോനെന്ന നിലയ്ക്ക് ഈ വീടും പറമ്പും ജോജിക്ക്. കാനറ ബാങ്കിലെ ഒരു എട്ടിയില്ലേ, അത് പോപ്പിക്ക് കൊടുക്കണമെന്നാണല്ലോ കുട്ടപ്പ ചേട്ടായി. ഇതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, തീരുമാനം നിങ്ങളുടേതാണ്. നമ്മളീ കാണിക്കുന്ന ആർത്തി ഉണ്ടല്ലോ, അത് അപ്പൻ്റെ ആത്മാവ് കാണുന്നുണ്ടാവും. ആ ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്ന് കണ്ടോട്ടെ. ഇവിടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നുണ്ടെന്ന് എല്ലാവരും വിചാരം. കൊല്ലം കുറയായി ഇവിടെ റെസ്റ്റ് ഇല്ലാതെ പട്ടിയെ പോലെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. എടാ, നിന്റെ അധ്വാനം ഇവിടെ ആരും കുറച്ച് കാണുന്നില്ല. പിന്നെ നീ കഷ്ടപ്പെട്ട് പണിയെടുത്തുള്ള കാര്യം എന്നോട് പറയേണ്ട ആവശ്യമില്ല. ചേട്ടാ ഡൈവേഴ്സ് കേസിനൊക്കെ അപ്പം എന്നെ കാശ് മുടക്കിയിട്ടുണ്ടെന്ന്. മോനെ ജയ്സ, നീ ഇതിനൊക്കെ ഒരു ബുക്ക് വെക്കണ്ടായിരുന്നുള്ള കാര്യം ചേട്ടായി അറിഞ്ഞില്ല കേട്ടാ. ആ വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും കൃത്യം കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനെ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടുള്ള അവമാനം ഞാൻ സഹിച്ച്. ഈ വീട്ടിലുള്ളവർക്ക് അഭിപ്രായം പറയാൻ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയതല്ലേ ഇത് പറയട്ടെ. നമ്മളോട് കൂടിയിരിക്കുന്നത് സംസാരിക്കണം. സംസാരിക്കാനൊന്നുമില്ല ചേട്ടാ. എനിക്കും എൻ്റെ മകനും ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. തൽക്കാലം ഈ വീട്ടിലൊരു വീതം വെപ്പിൻ്റെ ആവശ്യമില്ല. ആണ്ട് കഴിയട്ടെ. ചേട്ടായി ചേട്ടാ ഒന്ന് ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പനെ ആശുപത്രി കൊണ്ടുപോയാൽ ഇവിടുന്ന് വരെയുള്ള ഇവിടുത്തെ മുഴുവൻ ചിലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. ബിൽസിയുടെ പേരിൽ FD പൊട്ടിച്ചിട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഞാനിതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടായി ഒരു പടക്കാരനായിട്ട് ഇവിടെ വന്നായിരുന്നല്ലോ, അവനൊരു സെറ്റിൽ ചെയ്ത് ഞാനാണ്. എന്നിട്ട് ഇപ്പോൾ പള്ളിക്കാരെ നാട്ടുകാരെ എല്ലാം വായിരിക്കുന്ന വലിയ വീട്ടിലെ കാരണവന്മാർ ചാകുമ്പോൾ നാട്ടുകാരെന്തെങ്കിലും ഇതുപോലുള്ള ഉന്നായ്മകളായിട്ടൊക്കെ വരും. അത് അവർക്കൊരു ഹരവാണ്. നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല. ചേട്ടായിക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ പള്ളിയിൽ അച്ഛനില്ല കുരുട്ടടയ്ക്കാം. നമ്മളിവിടെ പടക്കം പൊടിച്ച് പാർട്ടി നടത്തിയെന്നാ ഉച്ചപ്രസംഗത്തിൽ തട്ടിവിട്ടത്. വേറെ കുറെ പരനാറികളുണ്ട്, അവന്മാർക്ക് നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്താത്തില്ല. ഏറ്റവും വലിയ കാര്യം നിർത്താതിരിക്കുന്ന ചർച്ചയായിട്ടുണ്ട്. ആ സമയത്ത് കുട്ടപ്പച്ചേട്ടയെ കുറിച്ച് ബെറ്ററാന്തരീക്ഷണം കാണിച്ചായിരുന്നു. ഇത് വിടങ്ങളെ നമ്മളായിട്ട് പോലും സംസാരിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞു പറഞ്ഞാണ് ഗോസിപ്പായിട്ട് മാറുന്നത്. അല്ല മോളെ, അങ്ങനെ സംസാരം നടപ്പുണ്ട്. ഞാൻ പുറത്തിറങ്ങി കിടക്കണല്ലേ, ഞാൻ സ്ഥിരം കേൾക്കണതാണല്ലോ. ഞാനിതൊക്കെ വിളിക്കാം, നിങ്ങൾ സംസാരിക്കും. അപ്പൻ്റെ ബാങ്കിൽ ഇഷ്ടം പോലെ കാശ് കിടക്കണം. എന്നാലും അതുകൊണ്ടൊന്നും ആയില്ലടാ, മുന്നോട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വേണ്ടേ? തീരുമാനത്തിൽ മാറ്റൊരു ചേട്ടായി. മുണ്ടക്കയത്തെ കടയും സ്ഥലവും ചേട്ടായിക്ക് തന്നെ. അത് റൺ ചെയ്യാനുള്ള ഫോർമാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. തോട്ടം അതിൽ നിന്നുള്ള ആദായം ജോമോൻ ചേട്ടായിക്ക്. ഫെലിക്സ് ചേട്ടായി പറഞ്ഞ പ്ലാനിൻ്റെ ഒരു മാറ്റമില്ല. വീതം ഇപ്പോൾ വേണ്ട, ചേട്ടായി പറഞ്ഞിട്ട് ആണ്ട് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യം നിൽക്കുന്നത് പോട്ടെ ചേട്ടായി. വീട് എൻ്റെ ആണെങ്കിലും ഇവർക്ക് കൂടെ നിൽക്കാമല്ലോ. എന്നാ പറയുന്നത്? കുഴപ്പമില്ല, കാര്യങ്ങൾ പോകാന്നുണ്ടെങ്കിൽ എനിക്ക് വരെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലടാ, ഞാൻ ഈ നാട്ടുകാർ കണങ്ങുണാന്ന് ഓരോന്ന് പറഞ്ഞോണ്ടല്ലേ ഈ പറയണേ. ചേട്ടാ, നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ചല്ലേ ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ചേട്ടായി പറഞ്ഞില്ല, നമ്മുടെ ഈ ആർത്തി അപ്പം കാണുന്നുണ്ടെന്ന്. എനിക്ക് കൊണ്ട് ചേട്ടായി உலக மகான் அடிக்கடா சாமி அந்த மாதிரி தான். ജോജി കൊള്ളാടാ. ഞങ്ങളപ്പം ചാകുമ്പോൾ 2 ഏക്കർ പറമ്പ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേര് ഞാനും എൻ്റെ അനീച്ചാനും തമ്മിൽ കേസ് 4. மியூசிக் வந்து மார்ச் இல்லை ஃபஸ்ட்டு வந்து ஆட்டாப்சின்னு ஒன்று 2 பேரையும் காட்டினாங்க, பயந்துட்டாங்க. இவர் சொன்னதுக்கப்புறம் அவங்க கொஞ்சம் வாயில കഴിഞ്ഞ 40 ദിവസമായിട്ട് ഈ ഭവനത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ആചാരങ്ങളും ദുരാചാരങ്ങളും തിരിച്ചറിയാനുള്ള പക്വത പൊതുവെ ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. മറ്റ് സമുദായങ്ങൾ അവരുടെ ആചാരങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നത് നമ്മൾ ഈ കവലയിൽ കണ്ടതുമാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ,
അപ്പം മരിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുകയും കൂക്കുവിളി നടത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ അപമാനിക്കുന്നത് നമ്മുടെ പിതൃപരമ്പരയാണ്. அவனோட അതത്ര നല്ല ശീലമല്ല. ஃபோக்கஸ் அப்படியே அங்கே மாற்றி வச்சியா. ഇനി കുടുംബത്തിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കടന്നു വന്ന് നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം, പിരിയാം. ഇത്ര മോശം സമയത്തും എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. പനച്ചൽ ഫാമിലിയുടെ പേരിൽ എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ മരണത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും ഏറലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളിഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ജോമൻ്റെ മാനുവൽ മനസാക്ഷിയാണ്. എല്ലാവർക്കും ഫുഡ് കഴിച്ച് പിരിയാം. സന്തോഷം. ഫുഡ് കഴിക്കാറുണ്ടല്ലേ? വന്നല്ലടാ, ഞാൻ തപ്പ് തണ്ടാണ്. ചേട്ടാ ഞാൻ വിളമ്പിയുണ്ട്. അച്ഛനെ നമ്മൾ വിളിച്ചിട്ട് വന്നല്ലേ. കഴിക്കച്ചോ കഴിക്കച്ചോ. வேணும்ட்டே செய்கிறார்ல ஃபாதரை. അവിടെ വിളമ്പാൻ ആളില്ല. നീ ഒരു കോപ്പം വേണം, അങ്ങോട്ട് വെച്ചേ. ഞാൻ ഇവിടെ വെച്ചേ. അവിടെ ഇരിക്കും. ഇരിക്കും. അപ്പം വരെ പറയരുത്. മനുഷ്യണ്ട് വെളിവ് വേണം, വെളിവ്. അച്ഛന് 2 മുട്ടയിട്ട് കൊടുത്താണ് നിന്റെ പ്രശ്നം. ചേട്ടാ എത്ര എണ്ണം കീറിയിടാ? ജോമനെ ഈ ചിരിയൊക്കെ നിൽക്കുക. ഇയാൾക്ക് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലായി. അപരാധം പറഞ്ഞു കിടക്കണവന് മെയിൻ സപ്പോർട്ടാണ് അവൻ. ഞാൻ വരാടാ. വാട്സപ്പ് ഗ്രൂപ്പും ചോറിൻ്റെ കൂടെ കുഞ്ഞായ്മ നിന്ന് നടക്കുന്ന കുറെ പാറ നാറികളുണ്ട് ആ ഗ്രൂപ്പ്. നമ്മുടെ മുറ്റത്ത് വന്നല്ലേ ആകാരം പറഞ്ഞത്. പരിശോധിച്ചിട്ടൊന്നും കിട്ടിയില്ലെങ്കിലാണ് ഇയാക്കെ അപ്പ സ്നേഹമൊന്നുമല്ല, കള്ളുകൂടിയാ, കള്ളുകൂടി, ആൽക്കോളിക്കാ, പെരിസൈഡായിക്ക് ആൽക്കോളിക്കാ, രോഗമല്ലേ, ചികിത്സിക്കണ്ടേ, വെറുതെ ഉള്ളൂ എന്റെ ഭാര്യ ഇട്ടിട്ട് പോയത്. சின்ன வயசு டெக்னிக் உள்ளது. ஏய் இன்னும் அடிக்கவே இல்லடா நானே. அந்த மாதிரி அவர் ஏன்டா அது தோன்றதுங்கிறாரு? தோன்றதுல இல்லை, ஊரில் சொல்கிறாங்கல்ல இந்த மாதிரி வந்து நல்லா இந்த மனுஷன் செத்து போயிட்டாரு அப்படின்றாங்க, அதனால சொல்லுங்கிறாரு. എല്ലാവരും മുമ്പ് വെച്ച് രോഗവരും പുറത്തു വന്നില്ലേ അതിൻ്റെ. இப்போ என்னன்னா அவருக்கு வந்து தெரியாது என்ன நடந்ததுன்னு தெரியாது கரெக்டா, அதனால ஏந்து தோண்டி எடுக்கிட்டோம் எக்ஸாமின் பண்ணிட்டோன்றாங்க. இவங்களுக்கு தானே தெரியும் என்ன நடந்துக்குதுன்னு. அதான் தூண்டில் போட்டார். அடுத்தது எதிர மாட்டிக்கோன்னு நினைக்கிறேன். சரி என்ன அது மருந்து நினைக்கிறா மாத்திரை வச்சிருந்தல என்னக்கா சரக்குல ஊத்திடுவாரோ, அதான் குச்சினே தான். டவுட்டாக தான் இது. காலையில் பண்ணியிருக்கோம். காலைல பண்ணாதால க்ளீனாக தெரியும், வேலை செய்யறதுக்கு ஆளுங்க வராங்களா. போக எரியுதுல. இப்போ கூட சொல்லிடலண்டா, சும்மா போர் வச்சுது. நெட்டில் எரிஞ்சிச்சுடா. இது மேலே ஊற்ற போகுது பாரு. ஏன் இந்த பழைய லைட்டர் அதெல்லாம் நான் சின்ன வயசில் பார்த்துக்க வேண்டாம். லைட்டு இங்கே ஃபோட்டோ മരിച്ചവരാരും തിരിച്ചു വരത്തില്ല രുചി, ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ ഇപ്പോൾ ഇടിയും പറ്റിയതായിരിക്കും ഏട്ടായി.
அவரு எவ்வளோ பல்க் ஆகுறாரு ஆனால் பேக்ஸ் ஜாக்ஸ்